ഷേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരിത് കഴിച്ച് എന്തായിരുന്നെങ്കിലും രോഗപ്രതിരോധ ശേഷിയും സ്റ്റാമിനയും നമുക്കവിടെ ഇൻക്രീസ് ചെയ്തു. സാധാരണ രീതിയിൽ ഇപ്പോഴൊക്കെ മഴക്കാലല്ലേ, ഈ ടൈമൊക്കെ ഭയങ്കരമായിട്ട് ഹോസ്പിറ്റൽ വിസിറ്റും വീട്ടിൽ കിടന്ന് ചികിത്സിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഇവരുണ്ടാവുക. ഇതുപോലത്തെ സിറ്റുവേഷനിൽ ഈ കഴിഞ്ഞ ഒരു 4 വർഷം കഴിഞ്ഞിട്ടും ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ഒക്കെ റയർലി 2-3 പ്രാവശ്യം പോയിട്ടൊന്നുമില്ലാണ്ട് മാസത്തിൽ 5 ട്രിപ്പ് 6 ട്രിപ്പ് പോകുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു ഞങ്ങൾ എല്ലാവരും ഫാമിലിയോട് കൂടി. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഹെൽത്ത് റിസൾട്ട്. അപ്പൊ ഇതിനു വേണ്ടി എന്നെ ഗൈഡ് ചെയ്ത് എന്റെ സാറ് രാജ്കുമാർ സാറിനും കവിത മാഡത്തിനും ഫ്രം ദ ഹാർട്ടിനും ഞങ്ങൾ താങ്ക്സ് പറയാണ്. കൂടാണ്ട് ഈ ഫുഡ് കണ്ടുപിടിച്ച് ജനങ്ങൾക്ക് വേണ്ടി നല്ല ഒരു ആരോഗ്യം കിട്ടാൻ വേണ്ടി ഈ ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ച മാർക്യൂസ് സാറിനും ഞാൻ താങ്ക്സ് പറയാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ന്യൂട്രീഷൻ സെന്ററിൽ പോകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു എന്റെ വേഷമാണ് കേട്ടോ. എന്റെ സൗണ്ട് ഒക്കെ ക്ലിയർ ആണല്ലോ? ഒരാൾ ചാറ്റ് ചെയ്ത് വോയിസ് കേൾക്കുന്നില്ല എന്ന്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ നിങ്ങൾ നെറ്റ്വർക്ക് ഉള്ള സ്ഥലത്തിൽ ഒന്നും കൂടെ ഇരിക്കുക. നെറ്റ്വർക്ക് ഇല്ലാത്തവര് മഴയൊക്കെ ഉള്ളത് കൊണ്ട് വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ കുറച്ച് റേഞ്ച് കയറി വരണമെങ്കിൽ ജനലിന്റെ ഓരത്തോ അല്ലെങ്കിൽ സിറ്റൗട്ടിലൊക്കെ അല്ലെങ്കിൽ ഹാളിലൊക്കെ വരികയാണെങ്കിൽ നെറ്റ്വർക്ക് ഒക്കെ കിട്ടും. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ പ്രോഗ്രാമിന്റെ ടോപ്പിക് എന്താണെന്നുണ്ടെങ്കിൽ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്. അതായത് നമ്മുടെ ഒരാളുടെ ലൈഫ് ഫുൾ ഫില്ല് ആവണമെന്നുണ്ടെങ്കിൽ ഇത് 3 നമുക്ക് ഒരുമിച്ച് വന്നിട്ട് വേണം. നല്ല ആരോഗ്യം വന്നിട്ട് നമുക്ക് വേണം, നല്ല സമ്പാദ്യം നമുക്ക് വന്നിട്ട് ഉണ്ടാവണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് വന്നിട്ട് കിട്ടും. ഇത് 3ഉം കൂടെ ചേർന്നതാണ് നമ്മളുടെ ഒരു ഹാപ്പി ലൈഫ് എന്ന് വന്നിട്ട് പറയുന്നത്. അപ്പൊ ഇതില് ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് എല്ലാവരും കേൾക്കും. നമ്മുടെ പ്രോഗ്രാം എന്താണ്? ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്. നമ്മുടെ ലൈഫിൽ എന്ത് വേണം? ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്. ഇതിങ്ങനെ പറഞ്ഞു പോകും. പക്ഷെ ഹെൽത്ത് എന്താണ് വെൽത്ത്, എന്താണ് വന്നിട്ട് ഹാപ്പിനെസ്, ഇത് 3ഉം കൂടി ചേരുമ്പോൾ നമ്മുടെ ലൈഫിൽ എങ്ങനെയായിട്ട് നമ്മുടെ ലൈഫായിട്ട് വന്നിട്ട് മാറുക, നമ്മുടെ ഹാപ്പി ലൈഫായിട്ട് മാറുക എന്നുള്ളത് വളരെയധികം വന്നിട്ട് പ്രാധാന്യമുള്ള ഒരു ഘടകമാണ്. അപ്പൊ ഇതില് ഇന്നിപ്പോ നോക്കുമ്പോ എന്തിനു വേണ്ടിയാണ് ഇപ്പൊ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം ഇപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, അനലൈസ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണ്. ഈ ഒരു പ്രോഗ്രാമിൽ എൻ്റർ ആകാൻ പോകുന്നവര്, എൻ്റർ ആയിട്ടുള്ളവര്, കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുന്നവര്, നിങ്ങളുടെ ആ ഒരു വിഷയത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത്. അപ്പൊ എന്ത് പർപ്പസിന് വേണ്ടിയാണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ എൻ്റർ ആയത്? ആരും ചാറ്റ് ചെയ്യണമെന്നില്ല, നിങ്ങൾ നിങ്ങളോട് തന്നെ വന്നിട്ട് ചിന്തിക്കുക, എന്ത് പർപ്പസിന് വേണ്ടിയാണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നത്? അതായത് ഇപ്പോ നോക്കൂ, നമ്മുടെ 3 വിഷയം നമ്മുടെ ലൈഫിൽ മസ്റ്റ് വേണം. ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്. ഇതാണ് നമ്മുടെ സന്തോഷമായിട്ടുള്ള ലൈഫ് വന്നിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ എന്തിനു വേണ്ടി ഈ ഒരു പ്രോഗ്രാമിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് വന്നു? നിറയെ പേർക്ക് വന്നിട്ട് വെയിറ്റ് കുറയ്ക്കാനായിട്ടായിരിക്കാം, കുറച്ചു പേർക്ക് അണ്ടർ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ടായിരിക്കാം, കുറച്ചു പേർക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഷുഗർ, കൊളസ്ട്രോൾ, അതുപോലെ എന്തെങ്കിലുമൊക്കെ 1-2 മെഡിസിൻസ് ഒക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ട്, അതിലൊക്കെ ആരോഗ്യമാവണം എന്നുള്ള രീതിക്ക് വന്നിട്ടുണ്ടാകും. കുറച്ചു പേര് ഹെൽത്തി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുള്ള രീതിക്ക് വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇതൊരു വെൽനസ് കോച്ച് ആവണം എന്നുള്ള രീതിക്ക് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങൾ വന്ന പർപ്പസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇനി അടുത്തത്, ഇത്രയധികം പർപ്പസ് ഉണ്ട്. ഇനി വെയിറ്റ് ലോസ് ആയിക്കോട്ടെ, വെയിറ്റ് ഗെയിൻ ആയിക്കോട്ടെ, ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് ആയിക്കോട്ടെ, ഇത്രയധികം പർപ്പസ് നിങ്ങൾക്ക് വന്നിട്ട് ഉണ്ട്. ഇനി നിങ്ങൾ വന്ന സ്ഥലത്ത് നിങ്ങളുടെ ആ ഒരു പർപ്പസ്, ആ ഒരു ആവശ്യം, വെയിറ്റ് ലോസോ വെയിറ്റ് ഗെയിനോ ഹെൽത്ത് ഇംപ്രൂവ്മെന്റോ വെൽനസ് കോച്ച് ആകുന്ന രീതിയോ എന്ത് ആവശ്യങ്ങളാണോ നിങ്ങളുടെ മൈൻഡ് സെറ്റിന്റെ ഉള്ളിലുള്ളത്, ആ ഒരു ആവശ്യം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവാൻ വേണ്ടി നിങ്ങൾ എന്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതായത് നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വിഷയത്തിൽ ഹാപ്പി ആവാൻ വേണ്ടി നിങ്ങൾ റൈറ്റ് ട്രാക്കിലൂടെ പോകുന്നുണ്ടോ? കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നല്ലോണം നിങ്ങൾ നിരീക്ഷിക്കുക. നിങ്ങളുടെ പ്രോഗ്രാമിൽ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത് നിങ്ങൾ നല്ലോണം നിരീക്ഷിക്കുക. ഇനി അതിനു വേണ്ടി നിങ്ങളുടെ ടൈം മാനേജ്മെന്റ്, സമയമാണല്ലോ എല്ലാത്തിനും വലുത്. ഇപ്പൊ നിങ്ങൾ വന്ന പർപ്പസ് എന്താണ്, ആ പർപ്പസ് എങ്ങനെയാണ് നിങ്ങൾക്ക് വന്നിട്ട് പോയിക്കൊണ്ടിരിക്കണേ, ആ പർപ്പസിന്റെ ഉള്ളിലെ സമയം നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, നിങ്ങളുടെ ആവശ്യം എന്താണ്, ആ ആവശ്യം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവാനുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്, എന്തെല്ലാം ചെയ്യുന്നുണ്ട്, ആ ഒരു ആവശ്യം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് എത്രത്തോളം വന്നിട്ട് നിങ്ങൾ വന്നിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ വെക്കുന്നുണ്ട്. ഓക്കെ, ചാറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ സംസാരിക്കാം. റൈറ്റ്, ശരി. അപ്പോ എന്താണ് നിങ്ങൾ അതിനു വേണ്ടി ടൈം മാനേജ്മെന്റ് നിങ്ങൾ എന്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ നിങ്ങൾ ചിന്തിക്കുക. ഇനി അടുത്തത്, നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്, ഓക്കെ. വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലെങ്കിലോ, പ്രോഡക്റ്റ് വാങ്ങി ഹെൽത്തിൽ വന്നു, നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ല എവിടെ എത്തണം, എന്താണ് എന്റെ പർപ്പസിന്റെ ആവശ്യം എന്താണെന്നുള്ളതിൽ സ്ട്രോങ് ആയിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഇല്ല.
ഇനി അടുത്തത്, നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൂപ്പറാണ്, കുഴപ്പമില്ല, ഇനി അത്രത്തോളം അങ്ങോട്ട് ബെറ്റർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രോഗ്രാം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് റിസൾട്ട് വന്നിട്ട് കിട്ടും? അതിനുവേണ്ടിയുള്ള നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് നിങ്ങൾ പ്രോപ്പർ അല്ലാണ്ട് അതിനുവേണ്ടി കണ്ടെത്തിയില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ച് വന്ന പർപ്പസ് നിങ്ങൾക്ക് വന്നിട്ട് കംപ്ലീറ്റ് ആവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും? അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങള്. ഇനി ഇങ്ങനെയുള്ള വിഷയത്തില് ഇതിന്റെ ഉള്ളില് ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് ആയിക്കോട്ടെ, വെയിറ്റ് ലോസ്, വെയിറ്റ് ഗെയിൻ ആയിക്കോട്ടെ, ഇതിനു വേണ്ടി എങ്ങനെയെല്ലാം നമ്മൾ വന്നിട്ട് സ്ട്രോങ് ആയിട്ട് റിസൾട്ട് എടുക്കാം. ഇനി ഇതൊന്നും നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, എന്തോ 10 പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്നാലും പ്രോഗ്രാം ഒക്കെ വെയിറ്റ് കുറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്ക് ആരോഗ്യമാവുന്നുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ വെയിറ്റ് കൂടുന്നുണ്ട്, അണ്ടർ വെയിറ്റ് ഉള്ളവർക്ക് വീണ്ടും വെയിറ്റ് കുറഞ്ഞു പോകുന്നു, ചിലവർക്ക് വെയിറ്റ് കുറയ്ക്കുന്നവർക്ക് വീണ്ടും വന്നിട്ട് വെയിറ്റ് കൂടി പോകുന്നു, മെഡിസിൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ ആരോഗ്യമൊക്കെ വന്ന് മുന്നോട്ട് പോകുന്നവരെ വീണ്ടും അൺഹെൽത്തിലേക്ക് വന്നിട്ട് പോകുന്നു, ഒരു എന്താ പറയാ, ഒരു കറക്റ്റായ ലെവലിൽ മുന്നോട്ട് പോകുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോ നിങ്ങൾ എവിടെയെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് ഓൾറെഡി പ്രോഡക്റ്റ് നിങ്ങൾ ക്യാഷ് കൊടുത്തു, പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞു, നിങ്ങൾ കഴിക്കുന്നുണ്ട്, ബട്ട് നിങ്ങൾക്ക് അത് ഫുൾ ഫില്ലായിട്ട് റിസൾട്ട് ആയിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ എവിടെയെല്ലാം വന്നിട്ട് ശ്രദ്ധിക്കണം. അതിനു വേണ്ടി എത്രത്തോളമാണ് ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് സർവീസുകളായിട്ട് ഒരുപാട് വിഷയങ്ങൾ വന്നിട്ട് തരുന്നത്? ആ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ ഉണ്ടോ? ഇതെല്ലാമാണ് നമ്മുടെ ഇന്നത്തെ ഒരു സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതില് ഹെൽത്ത് എത്രത്തോളം പ്രാധാന്യമാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നല്ല രീതിയിലുള്ള ഒരു ജോലിക്ക് ട്രൈ ചെയ്യുന്നവരാണോ, അല്ലെങ്കിൽ നല്ലോണം പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണോ, അപ്പൊ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ജോലി കിട്ടണം പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണോ, അല്ലെങ്കിൽ ഫാമിലി കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കുട്ടികളൊക്കെ ആയിട്ടുണ്ട്, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മോഹങ്ങളുണ്ട്, എനിക്ക് ഇന്നമാതിരി ഒരു വീട് വേണം, ഇത്ര ഒരു സ്വത്ത് വേണം, എന്റെ ലൈഫ് ഇങ്ങനെ ഉണ്ടാവണം, 2035 ആകുമ്പോൾ 2040 ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവണം, പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ആഗ്രഹിച്ചു വെച്ചിട്ട് നിങ്ങളുടെ ഹെൽത്ത് ഏത് രീതിയിലാണ് ഉള്ളത്, നിങ്ങളുടെ ആ ഹെൽത്ത് ഏത് രീതിയിലാണ് ഉള്ളത്, ആ ആഗ്രഹങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ജോലി ചെയ്യാനുള്ള ശരീരം എങ്ങനെയുണ്ട്, അതാണ് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അടുത്തത്, എന്തിനാണ് വെൽത്ത് ഇമ്പോർട്ടൻസ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മോഹങ്ങൾ, നിങ്ങളുടെ ആംബിഷൻ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള പണം എന്നുള്ള വിഷയം, കാശ് നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. അപ്പൊ അത് നല്ല രീതിയിൽ നേടിയെടുക്കണമെങ്കിൽ ഹെൽത്ത് ഉണ്ടാവണം. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിലാണ് നമുക്കൊരു തൃപ്തി, സമാധാനം, സന്തോഷം വന്നിട്ട് ഉണ്ടാവുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, ഇത് മൂന്നും ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ ഹാപ്പി ലൈഫായിട്ട് നമുക്ക് മാറുന്ന പറയാനുള്ള കാരണം. ഇതില് ഫസ്റ്റ് ഹെൽത്ത് എത്രത്തോളം ഇതിനെ ബാധിക്കുന്നറിയോ? ഇപ്പൊ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, അതായത് പഠനത്തിന് പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ, ഓവർ വെയിറ്റ്, ഒബിസിറ്റി, അൺഹെൽത്തി ഇതുപോലെയാണെങ്കിൽ അവർക്ക് ആ വിഷയത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. കാരണം നമ്മുടെ ശരീരം ഫിസിക്കലി വന്നിട്ട് കോപ്പറേറ്റ് ചെയ്യില്ല, നമ്മുടെ പഠനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനെയുള്ള വിഷയങ്ങളായിക്കോട്ടെ. അടുത്തത്, ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫ്, നിങ്ങൾ ജോലി ചെയ്തിട്ട് വേണം പണം നിങ്ങൾക്ക് സമ്പാദിക്കാൻ. നിങ്ങൾ അൺഹെൽത്തിയിലോ ഓവർ വെയിറ്റിലോ ഒബിസിറ്റിയിലോ അണ്ടർ വെയിറ്റിലോ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്, ബട്ട് അത് നിങ്ങൾക്ക് നേരെ ചെയ്യാനായിട്ട് സാധിക്കണില്ല. അതിന്റെ കാരണം നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പൊ നിങ്ങൾ അസുഖം വന്നിട്ടില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ല, എങ്കിലും നിങ്ങളുടെ എന്തൂസിയാസത്തിന് നിങ്ങൾക്ക് വന്നിട്ട് അത് ബാധിക്കും. എങ്ങനെയാണ് നിങ്ങളുടെ എന്തൂസിയാസത്തിന് നിങ്ങൾക്ക് വന്നിട്ട് അത് ബാധിക്കുക? ഓക്കെ, ഷെയർ ചെയ്തിട്ട് താങ്ക് യു. ഇത് വെറുതെ ഞങ്ങൾ വാട്സാപ്പിൽ നേരത്തെ കണ്ടന്റ് ഉണ്ടാക്കിയതാണ്, പെട്ടെന്ന് സാർ ക്ലാസ് എടുക്കാൻ വന്നപ്പോ. ഓക്കെ, താങ്ക് യു. ഇത് മാറ്റിക്കോളൂ, ഞാൻ ഇവിടെ ഓൾറെഡി പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്, താങ്ക് യു. അപ്പോ നിങ്ങൾക്ക് നല്ല ഒരു ജോലി ഉണ്ട്, ബട്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് അത് നിങ്ങൾക്ക് ആ ഒരു ജോലിനെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് തന്ന വർക്കിനെ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളുടെ ശരീരം അനുവദിക്കുന്നില്ല. അത് കാരണം എന്തൊക്കെ ബുദ്ധിമുട്ട് വരും? അവിടെ നിങ്ങളുടെ പെർഫോമൻസ് കുറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മൂല്യം, ബിസിനസ് ചെയ്ത് ഉണ്ടാക്കുന്ന രീതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ 1 മന്ത് ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന സാലറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ശരീരം കോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, ബുദ്ധിമുട്ടാവും. അടുത്ത, നിങ്ങൾക്ക് ജോലിക്ക് ട്രൈ ചെയ്യുന്നവരായിക്കോട്ടെ, ഇപ്പൊ നമ്മൾ ഒരാളുടെ വീട്ടിലേക്ക് ജോലിക്ക് എടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓഫീസിൽ സ്റ്റാഫായിട്ട് ജോലിക്ക് എടുക്കുകയാണ്, ഫസ്റ്റ് നോക്കുമ്പോൾ വെൽനെസ് ലുക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കും, ഹെൽത്തി ലുക്ക് ഉണ്ടോ എന്നുള്ളത് ആദ്യം നോക്കും. വലിയ കുടവയറും വെച്ച് മെലിഞ്ഞൊട്ടി ശരീരം വെച്ച് കുറെ നേരം ചുമച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ നമ്മളൊരു മാനേജർ ആക്കുമോ നമ്മുടെ ഓഫീസിൽ? ഒരിക്കലും ആക്കില്ല. കാരണം നല്ല ഒരു കാറ്, നല്ല ഒരു ബൈക്കാണ് നമ്മൾ കയറി ഇരുന്ന് പോകാൻ പറ്റുള്ളൂ. ആ ഒരു വാഹനത്തിന് അത്രയ്ക്ക് നന്നായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഓഫീസിലേക്ക് ജോലിക്ക് വെക്കുന്ന ആള് ഒരു ഹെൽത്തി ലുക്കിൽ ഉണ്ടാകുന്ന ഒരാളായിരിക്കണം. അപ്പൊ നിങ്ങളൊരു ജോബിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ശരീരഘടന കാരണം നിങ്ങൾ അവിടെ റിജക്ട് ചെയ്യും. നിങ്ങളുടെ ശരീരഘടന കാരണം നിങ്ങൾക്ക് വലിയ വലിയ
പഠിച്ചു കഴിഞ്ഞ് ഒരുപാട് നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്ത് പഠിച്ച് ഒരുപാട് പൈസ ചെലവാക്കി പഠിച്ച് നിങ്ങൾ വന്ന് ജോബിന് പോകുമ്പോൾ ചിലപ്പോൾ ഇന്റർവ്യൂവിൽ ഫെയിലായി പോകുന്നത് നിങ്ങൾ ചോദിക്കുന്ന ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, എങ്കിലും ഫെയിലായി പോകുന്നത് നിങ്ങളുടെ ശരീരത്തിലെ ഘടനകൾ അവർ നോക്കും, ഫിസിക്കൽ ഹെൽത്ത് നോക്കും. ഫിസിക്കൽ ഹെൽത്ത് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണം, ആ വാ സൂപ്പർ, ഇവനെ ജോലിക്ക് എടുത്താ സൂപ്പർ ആയിട്ടുണ്ടാവും, എല്ലാ പണിയും ചെയ്യാൻ പറ്റുന്ന ഒരു ശരീരമുണ്ട്, സ്മാർട്ട്നെസ് ഉണ്ട്, അതിൽ നിങ്ങൾ വന്നിട്ട് ഫസ്റ്റ് പാസ്സാവും. അപ്പൊ നോക്കൂ, എന്തിനെല്ലാമാണ് ഈ ഓവർവെയിറ്റ് ഒബിസിറ്റി അൺഹെൽത്തി ബാധിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് ബാധിക്കും. ഇനി നിങ്ങൾക്ക് അതുപോലെയുള്ള വിഷയങ്ങളെല്ലാം നിങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിലോ, ഹെൽത്തി ലുക്ക് ഉണ്ട്, ഐഡിയൽ വെയിറ്റ് ആണ്, കാണാൻ നല്ല ലുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി പെർഫോമൻസ് കുറച്ചാൽ പോലും അവർക്കൊരു ഫസ്റ്റ് ലുക്ക് ഉണ്ടാവും, നല്ല ആളാണല്ലോ, പണി കൊടുത്താൽ സൂപ്പർ ആയിട്ട് ചെയ്യുമല്ലോ, അടിപൊളിയാണ്, ഒരു ജോലി തരാം. നിങ്ങൾ പ്രതീക്ഷിച്ചില്ലെങ്കിൽ പോലും നല്ലൊരു ജോലി വന്നിട്ട് നിങ്ങൾക്ക് വന്നിട്ട് കിട്ടിയേക്കാം. കാരണം ഫസ്റ്റ് ലുക്ക് ഈസ് ബെസ്റ്റ് ലുക്ക് എന്ന് പറയില്ലേ, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ബെസ്റ്റ് ഇംപ്രഷൻ. ആ ഒരു രീതിയിലാണ് നമുക്ക് വന്നിട്ട് ജോലികളൊക്കെ വന്നിട്ട് കിട്ടുക. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ നിങ്ങളുടെ ആരോഗ്യം, ഇപ്പൊ ഒരുപാട് പേര് വന്നിട്ട് കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാണ്ട് കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, അതിന് ഓവറേറ്റ് ഒബിസിറ്റി വന്നിട്ട് തടസ്സമാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് വർഷമായിട്ട് ആരോഗ്യമാവാൻ വേണ്ടി ലക്ഷങ്ങളോളം ചെലവാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, മെഡിസിനും ഹോസ്പിറ്റലും ട്രീറ്റ്മെന്റും. അതിന് നമ്മുടെ ശരീരത്തിനെ ഫസ്റ്റ് റെഡിയാക്കി എടുക്കുക. അണ്ടർ വെയിറ്റുള്ളവർ വെയിറ്റ് ഗെയിൻ ചെയ്ത് ആരോഗ്യത്തിൽ എത്തുന്നതും ഓവർ വെയിറ്റ് ഒബിസിറ്റിയുള്ളവർ വെയിറ്റ് കുറച്ച് ആരോഗ്യത്തിലേക്ക്, ആ ശരീരത്തിന് ആരോഗ്യത്തിലേക്ക് ആക്കുന്നതും സാധാരണ രീതിയിൽ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അല്ലാണ്ട് നമ്മൾ നിറയെ മരുന്നുകൾ കഴിച്ചു, മാസം ചെക്കപ്പിന് പോയി, കുറെ ട്രീറ്റ്മെന്റ് ചെയ്തു, എന്നിട്ട് ഈ ശരീരത്തിനെ ശരിയാക്കാനായിട്ട് ഒന്നുമേ ചെയ്യുന്നില്ല. ഇന്നലെ ഞങ്ങള് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു ഡോക്ടറുമായിട്ട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഡോക്ടർ തന്നെ ഇങ്ങോട്ട് പറയുന്നത്, പീപ്പിൾ പറഞ്ഞാൽ കേൾക്കണില്ല, ഞങ്ങൾക്കൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ പറയുന്ന മാതിരി പിന്നാലെ നിൽക്കാനുള്ള സമയം ഞങ്ങൾക്കില്ലല്ലോ, പറഞ്ഞു കൊടുത്താൽ അവർ കേൾക്കില്ല. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ അടിയന്തര സാഹചര്യത്തിൽ ആരെങ്കിലും ആംബുലൻസിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ കാറിൽ ഹെഡ്ലൈറ്റ് ഒക്കെ ഇട്ട് വേഗം വന്നിട്ട് കൊണ്ടുവന്ന് കയറ്റും, അല്ലെങ്കിൽ അവര് തന്നെ ഓടി വന്ന് അഡ്മിറ്റ് ആവുന്നല്ലാണ്ട് ആ ഒരു തരണം വരയ്ക്ക് ആ ശരീരത്തിനെ എത്രത്തോളം ഡാമേജ് ആക്കാൻ പറ്റും അത്രത്തോളം ഡാമേജ് ആക്കിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് ലാസ്റ്റ് അഭയം തരുന്നത്. ആ നേരത്തിന്റെ ഉള്ളില് ആരോഗ്യം ആവാനുള്ള ചെറിയ ഒരു ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ആക്കാൻ പറ്റുള്ളൂ. ഇതൊരു നല്ല ഒരു വാക്കാണ്. ആരോഗ്യം ആവണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ട്, എന്നാൽ ആരോഗ്യം ആവാനുള്ള ഒരു കുഞ്ഞ് ആരോഗ്യം ശരീരത്തിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ആക്കാൻ പറ്റുള്ളൂ. പൂർണ്ണ ആരോഗ്യം ആവാനായിട്ട് കുഞ്ഞ് ആരോഗ്യം വേണം. അറിയില്ലേ, ഒരു ചെറിയ തിരിമതി കാടിന് കൊടുത്താന്നുണ്ടെങ്കിൽ ചെറിയ ഒരു ഫയറിന്റെ ഒരു അംശമാണ് ഒരു വലിയ കാടിനെ കത്തിക്കാൻ സഹായിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ചെറിയ ഒരു ആരോഗ്യം കൂടി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്തോരം പൈസ ചെലവാക്കിയാൽ നമുക്ക് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് പറ്റില്ല. അതേമാതിരി നമ്മള് കംപ്ലീറ്റ് ആയിട്ട് ലാസ്റ്റ് സ്റ്റെപ്പിൽ പോയതിനു ശേഷം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ മടി, ഞാനടക്കം വെയിറ്റ് ലോസ് ചെയ്യാൻ കാരണമായത് എന്റെ മടിയാണ്. കാരണം എനിക്ക് ലൈഫിൽ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ 3 വിഷയം, ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് ആണ് എന്റെ ഹാപ്പി ലൈഫ് എന്ന് എനിക്കറിയാം. പക്ഷെ അത് കിട്ടാൻ വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. എല്ലാരും പറയില്ലേ, രണ്ടറ്റവും കൂട്ടി മുട്ടിക്കാൻ വേണ്ടി പെടാപാട് വരുമ്പോഴാ നിന്റെ ഒരു എഡ്യൂക്കേഷൻ, നിന്റെ 1.5 മണിക്കൂർ ക്ലാസ്, നീ പോയി വേറെ ആളിനെ നോക്കുന്നൊക്കെ ഒത്തിരി പേര് കൂട്ടുകാർക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്, തമാശക്കാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, അത്ര റിസ്ക് എടുത്തിട്ട് നമ്മൾ ഒരു വരുമാനം ഉണ്ടാക്കി ഒരു EMI അടയ്ക്കാനോ, അല്ലെങ്കിൽ കാർ ആരെങ്കിലും എടുത്തിട്ട് പോയി അതിന്റെ ഡ്യൂ അടയ്ക്കാനോ, വീട് ജപ്തി ചെയ്യേണ്ടിരിക്കുന്നത് അടയ്ക്കാനോ, കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടി ഫീസ് കട്ടാനോ, അല്ലെങ്കിൽ ഒരു വീട് വെക്കാനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. പക്ഷെ ആ കഷ്ടപ്പെടുമ്പോ നമ്മൾ മറന്നു പോകുന്നത് ഈ ശരീരമാണ് ജോലി ചെയ്ത്, കൂലിപ്പണിക്കാരനാണെങ്കിലും രാവിലെ മുതൽ ഇതിന് പണിയെടുക്കാൻ ഈ ശരീരമാണ് ഹെൽപ്പ് ചെയ്യണേ. കമ്പ്യൂട്ടറിന്റെ മുന്നിലാണെങ്കിലും സ്ട്രെസ് ഇല്ലാണ്ട് മൈൻഡ് ഹാപ്പി ആയിട്ടുണ്ടാലും അവർ അതിലാണ് പണിയെടുക്കുന്നത്. ഇനി വേറെ ഒരു ഏത് ഫീൽഡ് ആയാലും ഈ ശരീരം എത്രത്തോളം കറക്റ്റ് ആണോ അതാണ് അവിടെ ജോലി ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ. നമ്മുടെ കയ്യിൽ മോട്ടർ എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെയാണ് നമ്മുടെ ശരീരം. അപ്പൊ ഇത് മറന്നിട്ട് അവരെ എറൈസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ വരുമാനത്തിന്റെ ഉള്ളില് നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണ, രണ്ടട്ടം കൂട്ടിമുട്ടിക്കുന്ന ഡയലോഗ് അടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവസാനം ഓടി വയ്യാണ്ടാവും. ഈ നേരത്ത് നിങ്ങളുടെ ഹെൽത്ത് ഫസ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കി എടുക്കുക. അതിനുവേണ്ടി കുറച്ച് പൈസ, അത്രയും വലിയ പൈസ ഒന്നുമില്ല, കുറച്ച് പൈസ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയ്യോ ആ കാശ് പോകണമെന്ന് നമ്മൾ ചിന്തിക്കണ്ട. എത്രത്തോളം നമ്മൾ വന്നിട്ട്
അനാവശ്യമായിട്ട് ചെലവുകൾ ചെയ്യുന്നുണ്ട്. വിധവിധമായിട്ട് ഡ്രസ്സുകൾ നിറയെ വാങ്ങിക്കൂട്ടാറുണ്ട്. അതേപോലെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ട് സാധനങ്ങൾ നമ്മൾ വീട്ടിൽ വാങ്ങിയിടാറുണ്ട്. ഒരുപാട് ഓൺലൈൻ ഓർഡേഴ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരു സാധനം വാങ്ങുന്നു, അത് വീട്ടിലിടുന്നു, വീണ്ടും ഒരു സാധനം വാങ്ങുന്നു, വീട്ടിലിടുന്നു. ട്രെൻഡുകൾ മാറുന്നതിനനുസരിച്ച് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടാറുണ്ട്. അപ്പൊ ഇതൊക്കെ വാങ്ങുമ്പോൾ അതെല്ലാമേ നിങ്ങളുടെ കാശ് തന്നെയാണ്. ഫസ്റ്റ് നിങ്ങളുടെ ഹെൽത്തിന് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമില്ല. ആഫ്റ്റർ ഓൾ ഒരു കാറിന് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് 5-10 ലക്ഷം കൊടുത്ത് വാങ്ങി കാറിന് തന്നെ തേയ്മാനം വരുമ്പോൾ മാറ്റണതും അതിന് എക്സ്ട്രാ മോഡിഫിക്കേഷൻ ചെയ്യുന്നതും പെയിന്റ് മാറ്റുന്നതും അതിന് പെർഫെക്റ്റ് കണ്ടീഷൻ ആയിട്ട് നോക്കണു. 10-20 കൊല്ലം കഴിഞ്ഞ് തുരുമ്പിച്ചെടുത്ത് കളയേണ്ടി വരും. പക്ഷെ ഇത് നമ്മുടെ ജീവിതകാല അവസാനം വരെയും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനും നമുക്ക് വേണ്ട ആളുകളുടെ ലൈഫ് ഫുൾഫിൽ ആക്കി കൊടുക്കാനും നമുക്ക് ഹെൽപ്പ് ചെയ്യണം നമ്മുടെ ഈ ഒരു ശരീരമാണ്. അപ്പൊ അതിന് റെഡി ആക്കാനായിട്ട് ഫുള്ളി മൈൻഡ് സെറ്റഡ് ആയിരിക്കണം, ഫുള്ളി ഇൻവോൾവ്മെന്റഡ് ആയിരിക്കണം. യാതൊരു അലസതയും നമുക്ക് ഉണ്ടാവാനായിട്ട് പാടില്ല. കാരണം ഈ പ്രോഗ്രാമിൽ വന്നിട്ടും റിസൾട്ട് എടുക്കാണ്ട് പോകുന്ന ഒത്തിരി പേരുണ്ട്. ഞങ്ങളൊക്കെ ഇപ്പൊ പുറത്തൊക്കെ ആക്ടിവിറ്റി ചെയ്യുമ്പോ ഞാൻ അന്ന് ചെയ്തതാ, എനിക്ക് വെയിറ്റ് കുറഞ്ഞു, വിട്ടിട്ട് ഇപ്പൊ 2 ഇരട്ടി കൂടി, അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറെ കാശ് പോയെന്നല്ലാണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അല്ലെങ്കിൽ വന്നിട്ട് ഇതൊക്കെ എന്നെ കൊണ്ട് കൂട്ടിയാ കൂടുവോ, ഞാൻ രാവിലെ എണിച്ചിട്ട് മീൻ പിടിക്കാൻ പോണ ആളാണ്, അല്ലെങ്കിൽ പാല് വെക്കാൻ പോകുന്ന ആളാണ്, അല്ലെങ്കിൽ കാലത്ത് എണിച്ചിട്ട് ഞാൻ ഒരു കൂലിപ്പണിക്ക് പോകണം, ആ നേരത്തേക്ക് ഇതൊക്കെ പറ്റുമോ, അല്ലെങ്കിൽ ഇത്രയധികം വലിയ കമ്പനി ഉണ്ട് എനിക്ക്, ഇത്ര സ്റ്റാഫ് ഉണ്ട് എനിക്ക്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം, എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല, സമയം എനിക്കില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വേറെ എന്തെങ്കിലും ഒരു വിക്സ് എടുത്ത് നമ്മൾ തലയിൽ തേക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ പുരട്ടി കഴിഞ്ഞാൽ ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ട് ഓക്കെ ആകുമോ? ഇല്ല. ഞങ്ങൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് തന്നാലും നിങ്ങളുടെ കാണിക്കുന്ന ഇൻവോൾവ്മെന്റും റെസ്പോൺസിബിലിറ്റിയും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. കാരണം ഈ ഹെർബൽ ലൈഫ് എന്നുള്ളത് ഒരു കമ്പനിയും ആ പ്രോഡക്റ്റ് എന്നുള്ളത് ഒരു പോഷകാഹാരവും മാത്രമാണ്. ഞങ്ങളെ പോലുള്ള മനുഷ്യന്മാരാണ് ഈ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നത്. ഇനി സെയിൽ ചെയ്യുന്ന വ്യക്തിയുടെ ഉദ്ദേശം എന്താണ്? സെയിൽ ചെയ്യുന്ന വ്യക്തിയുടെ ഉദ്ദേശം എന്താണ്? അവർക്ക് ചില ആളുകൾ, ആരെയും നമ്മൾ കുറ്റം പറയണില്ല, അതർ ചാനലിലൊക്കെ ഉണ്ട്, വാങ്ങുന്നവരുണ്ട്. അപ്പൊ അവരുടെ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ചിട്ടാണ് അവര് കാണുന്നത്. അപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം ഈ പ്രോഡക്റ്റ് വാങ്ങിയ ഞാൻ ആരോഗ്യമാവാനായിട്ട് ഇവര് പറയണതൊക്കെ കേട്ട് ഞാൻ കംപ്ലീറ്റ്ലി ആരോഗ്യമാവുന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ നിങ്ങൾക്ക് പാടുള്ളൂ. അതിനുവേണ്ടി ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അമേസിംഗ് ആയിട്ടുള്ള വെയിറ്റ് ലോസ് ആൻഡ് വെയിറ്റ് ഗെയിൻ മാരത്തോൺ ചാലഞ്ച് ഓൾറെഡി റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി പുതിയ ആളുകൾക്ക് നാളേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതുമാതിരി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നവര് കുറച്ച് റിസൾട്ട് എടുത്തിട്ടുണ്ട്, റിസൾട്ട് പോയി, അങ്ങനെ അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. 0 to വീണ്ടും സ്റ്റാർട്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പോണോ, എങ്ങനെ ചെയ്യാൻ പോണോ, എന്തൊക്കെ ആയിരിക്കണം മാരത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കസ്റ്റമറുടെ മൈൻഡ് സെറ്റ്. ആ മൈൻഡ് സെറ്റ് എത്രത്തോളം പെർഫെക്റ്റ് ആണ്, എന്നാലാണ് നമുക്ക് റിസൾട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. എല്ലാവരും 50,000 സമ്മാനത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ ടാർഗറ്റ് വെക്കുന്നത്. ആ 50,000 സമ്മാനം എന്നുള്ളത് നമുക്ക് എൻകറേജ് ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മുടെ രാജ്സാറിന്റെ സിസ്റ്റം നമുക്ക് തരുന്നതാണ്. 50,000 രൂപ മുതൽ 5,000 വരയ്ക്കും. അതേപോലെ ലേഡീസിന് സ്പെഷ്യൽ ആയിട്ട് 25,000 രൂപ അഡീഷണൽ ആയിട്ട് നമുക്ക് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ കാറ്റഗറി ഉണ്ട്. കോച്ചസ് നിങ്ങൾക്ക് പറഞ്ഞുതരും. വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവർക്ക്, അതായത് അണ്ടർ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവർക്ക് 10,000 റുപ്പീസ് ഉണ്ട്. ഇതൊക്കെ ഒരു ഇൻവോൾവ്മെന്റ് നമുക്ക് വന്ന് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിൽ ഒന്നും കൂടെ കറക്റ്റ് ചെയ്ത് നമ്മളൊന്ന് ഉഷാറായിട്ട് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നമുക്ക് തരുന്ന പ്രചോദനമാണ്. ഒരിക്കലും പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രമല്ല ഈ പ്രോഗ്രാം ചെയ്യണേ. ആ ഇൻവോൾവ്മെന്റിലും ആ റെസ്പോൺസിബിലിറ്റിയിലും നിങ്ങൾക്ക് ഒരു 10 ദിവസം കൊണ്ട് കുറയുന്നത് 1 കിലോ വെയിറ്റ് ആണ് സാധാരണ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 കിലോ വെയിറ്റ് എങ്കിലും കുറയ്ക്കാൻ പറ്റും. അല്ല, നിങ്ങൾക്ക് 2 കിലോ വെയിറ്റ് ആണ് 10 ദിവസം കൊണ്ട് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 കിലോ വെയിറ്റ് എങ്കിലും കുറയ്ക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അല്ല, 4 കിലോ വെയിറ്റ് ആണ് ഓൾറെഡി നിങ്ങൾ സൂപ്പറായിട്ട് കുറച്ചുകൊണ്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 കിലോ എങ്കിലും കുറയ്ക്കുന്ന രീതിയിൽ നിങ്ങളുടെ മനക്കരുത്ത് വർദ്ധിക്കും. അതായത് 10 ദിവസം കൊണ്ട് 2 കിലോയെ കുറയുള്ളൂ, 6 കിലോ കുറയും. അല്ലെങ്കിൽ ലാസ്റ്റ് ഒരാൾ 50,000 സമ്മാനം വാങ്ങി 12.3 കിലോ വെയിറ്റ് കുറച്ചു, നിങ്ങൾക്കും 12 കിലോ വെയിറ്റ് കുറയും എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നേ. നിങ്ങളുടെ ഇൻവോൾവ്മെന്റും റെസ്പോൺസിബിലിറ്റിയും എത്രത്തോളം ഹൈ ലെവലിൽ നിൽക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ആരോഗ്യ മാറ്റങ്ങളെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ കിട്ടിക്കൊണ്ടിരിക്കും. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ടൈം മാനേജ്മെന്റ് ആണ്. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞ മാതിരി നിങ്ങൾ വീട്ടമ്മയാവാം, ടീച്ചറായിട്ട് ജോലിക്ക് പോകുന്നവരാവാം, ഇല്ല പുറത്ത് ജോലി എടുക്കുന്നവരാവാം, ആരുമേ ആയിക്കോട്ടെ, വളരെ സിമ്പിൾ. നമ്മുടെ കുഞ്ഞു മക്കള് സ്കൂളിൽ പോകുമ്പോ ഒരു ബാഗ് ഇട്ടിട്ടാണ് പോണത്. ആ ബാഗില് അവർക്ക് പഠിക്കാനും എഴുതാനും വായിക്കാനുള്ള ബുക്സ് ഉണ്ടാവും. അവർക്ക് ദാഹിച്ചാൽ കുടിക്കാനുള്ള വാട്ടർ ബോട്ടിൽ ഉണ്ടാവും. കുഞ്ഞുമക്കൾക്ക് ഇടയ്ക്ക് സ്നാക്സ് കഴിക്കണമെങ്കിൽ അതിന് അണ്ടിപ്പരിപ്പ്, ബദാമും ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്.
ഉച്ചയ്ക്ക് വിശന്ന് കഴിഞ്ഞാൽ സ്കൂളിൽ ഫുഡ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ടിഫിൻ ബോക്സിൽ കൊടുത്ത് അയക്കുന്നുണ്ട്. ഒരു കുഞ്ഞു കുട്ടിയായിട്ട് നമ്മുടെ ആരോഗ്യം നമ്മൾ മാറ്റാൻ റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ എവിടെ വേണമെങ്കിൽ ജോലിക്ക് പോവാം, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാം. ഫസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഒരു കുഞ്ഞു ബാഗ് ഉണ്ടാവണം. എന്തിനാണ് ആ ബാഗ്? നിങ്ങൾ പുറത്തു പോകുന്നവരാണ്. നിങ്ങൾ രാവിലെ നേരത്തെ 8 മണിക്ക് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും, പിന്നെ രാത്രി 8 മണിക്ക് 10 മണിക്ക് നിങ്ങൾ വരുള്ളൂ. ഇതിന്റെ പേരിൽ നിങ്ങളുടെ പ്രോഗ്രാം നിങ്ങൾക്ക് തടസ്സപ്പെടേണ്ട ആവശ്യം ഇല്ല. നിറയെ പേര് പറയും ഞാൻ വീട്ടിലിരിക്കുന്ന ആളല്ല, ഇതിനു വേണ്ടി വീട്ടിൽ അഡ്മിറ്റ് ആയിട്ട് ഇരുന്നിട്ട് ബെഡിൽ കിടന്നൊന്നും വെയിറ്റ് ലോസും ആരോഗ്യം ആവാൻ പറ്റില്ല. നിങ്ങളുടെ മൈൻഡാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു സെറ്റ് ഫുഡ് ഇന്ന് നിങ്ങളുടെ കോച്ചിനെ വിളിച്ചിട്ട് ആവശ്യമായിട്ടുള്ള, നിങ്ങൾക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് എന്താണോ വേണ്ടത് അത് നിങ്ങൾ ആദ്യം മേടിക്കുക. ബാക്കി നാളെ രാവിലെ അതെല്ലാം കോച്ചസ് പറഞ്ഞുതരും. ഒരു വീഡിയോ വെയിറ്റ് എവിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അതൊക്കെ ആവശ്യമുണ്ട്. അതൊക്കെ പ്രൊസീജിയർ ഒക്കെ അവർ പറഞ്ഞുതരും. ഒരു ബാഗ് നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് വേണം. അതിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ഫ്ലാസ്ക്, വലിയ ഫ്ലാസ്ക് ഒന്നും വേണമെന്നില്ല. നിങ്ങൾ പുറത്തു പോയിട്ടാണ് എയർ ഫ്രഷ് കുടിക്കുക, വീട്ടിൽ വരണമെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് എടുത്തത് കഴിഞ്ഞു, ഇനി ഒരു 3 എയർ ഫ്രഷ് കുടിക്കാനുള്ള വെള്ളം പിടിക്കുന്ന പോലുള്ള ഒരു കുഞ്ഞു ഫ്ലാസ്ക്, നല്ല ഒരു ഗ്ലാസ്, എയർ ഫ്രഷിന്റെ ഒരു ബോട്ടിൽ നിങ്ങളുടെ ബാഗിൽ വന്നിട്ട് വെക്കുക. അപ്പൊ എനി ടൈം എനിവേർ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എയർ ഫ്രഷ് കുടിക്കാനായിട്ട് പറ്റും. ഇനി വെള്ളം, നല്ലൊരു വാട്ടർ ബോട്ടിൽ, 1 ലിറ്ററിന്റെ ഒരു വാട്ടർ ബോട്ടിൽ വെള്ളം കുപ്പി നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് വെക്കുക. നിങ്ങൾക്ക് സിപ്പ് ബൈ സിപ്പായിട്ട് നിങ്ങൾക്ക് അത് കുടിക്കാനായിട്ട് സാധിക്കും. തീരുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും റീഫിൽ നമുക്ക് ചെയ്യാം. അടുത്തത്, നിങ്ങൾ ഷേക്ക് വീട്ടിൽ നിന്ന് കുടിച്ചിട്ട് പോവുകയാണോ ഓക്കെ, അല്ല നിങ്ങൾ അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, എങ്ങനെ എവിടെ ഇറങ്ങിയാലും എത്ര ദിവസമായാലും ഈ ഒരു പൗഡർ ഫോർമാറ്റ് ഉള്ള പ്രോഡക്റ്റ്, നമുക്ക് പണ്ടൊക്കെ ഈ ഒരു മിൽക്കൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള തടസ്സങ്ങൾ കാരണമാണ് കമ്പനി നമുക്ക് ഷേക്ക് മെയ്ഡ് എന്നുള്ള പ്രോഡക്റ്റേ കണ്ടുപിടിച്ചത്. ഇതിന്റെ പേരിൽ തടസ്സം പറയും, പോകുമ്പോഴൊക്കെ അത് ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ, അതുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. കമ്പനി അത്രയ്ക്ക് തടസ്സം ഉണ്ടോ, നിങ്ങൾക്ക് വെറും വെള്ളം മാത്രം മതി. അപ്പൊ എന്താണ്, 4 ഐറ്റം പ്രോഡക്റ്റ് ഉണ്ട്. പ്രോട്ടീൻ 1 സ്പൂണും 3 സ്പൂൺ ഫോർമുല 1ഉം 2 സ്പൂൺ ഷേക്ക് മെറ്റും, ഇതെല്ലാം കൂടെ നിങ്ങൾ മിക്സ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഷേക്ക് ഉണ്ടാക്കാൻ 3 സ്പൂൺ ഫോർമുല 1ഉം 2 സ്പൂൺ ഷേക്ക് മെറ്റും 1 സ്പൂൺ പ്രോട്ടീനും കൂടെ മിക്സ് ചെയ്ത്, ഒരു ഷേക്കാണ് നിങ്ങൾക്ക് പുറത്തേക്ക് പോയിട്ട് എടുക്കേണ്ട ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു ഷേക്കിനുള്ളത് എടുത്തിട്ട് പോവുക. ഇല്ല നിങ്ങൾ 4 ദിവസം വീട്ടിലേക്ക് വരില്ല, 4 ദിവസമുള്ള ഷേക്ക് നിങ്ങൾ ചെറിയൊരു സാച്ചറ്റ് പാക്കറ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകാം. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ തടസ്സങ്ങളെ മറികടക്കാൻ പറ്റും. ഒരു ഷേക്കർ ബോട്ടിൽ കയ്യിൽ വെക്കുക. ഷേക്കർ ബോട്ടിൽ കണ്ടിട്ടില്ലേ, നമ്മൾ ഇങ്ങനെ കുലുക്കിയിട്ട് നമുക്ക് കുടിക്കണത്, ജിമ്മിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്നവരുണ്ട്. ഷേക്കർ ബോട്ടിൽ കണ്ട് നിങ്ങളുടെ കോച്ചസ് ഒക്കെ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും. ആ ഷേക്കർ ബോട്ടിൽ നിങ്ങളുടെ കയ്യിൽ വെക്കുക. നിങ്ങൾ കാറിൽ പോകുമ്പോഴായിക്കോട്ടെ, ബൈക്കിൽ പോവാണെങ്കിൽ സൈഡിൽ നിന്ന് കഴിക്കാം, ഇനി ബസ്സിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷേക്ക് കുടിക്കാം, ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷേക്ക് കുടിക്കാം. അപ്പൊ അവിടെ തടസ്സങ്ങൾ നിങ്ങൾക്ക് വന്നിട്ട് വരുന്നില്ല. അതാണ് നിങ്ങളുടെ ഇൻവോൾവ്മെന്റ്, നിങ്ങളുടെ റിസൾട്ട്. എന്ത് പർപ്പസിന് വേണ്ടി നിങ്ങൾ വന്നോ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് കുറയ്ക്കുക എന്നാലേ കുഞ്ഞുങ്ങളാവുള്ളൂ, ഒബിസിറ്റി തടസ്സമാണ്, കുട്ടികൾക്ക് നിങ്ങൾ പണം ചെലവാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇൻവോൾവ്മെന്റ് വരണം. മുട്ട് വേദന, തണ്ടല് വേദന പ്രശ്നങ്ങളാണ്, കുനിയാൻ വയ്യ, നിവരാൻ വയ്യ, മുട്ട് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് ഇൻവോൾവ്മെന്റ് റെസ്പോൺസിബിലിറ്റി ഇവിടെ വരണം. മെലിഞ്ഞൊട്ടിയിരിക്കണോ, വെയിറ്റ് ഗെയിൻ ചെയ്യണം, ഇൻവോൾവ്മെന്റ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് വന്നിട്ട് വരണം. അസുഖങ്ങൾ ഒരുപാടുണ്ട്, ഇവിടെ വെയിറ്റ് ലോസും വെയിറ്റ് ഗെയിനാണ് മാരത്താൻ. അതുകൊണ്ട് നിങ്ങൾ ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് ചെയ്ത് എനിക്കൊന്നും ഇല്ലേ അങ്ങനെ ചിന്തിക്കേണ്ട. നിങ്ങളും അതിൻ്റെതായിട്ടുള്ള രീതിക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രാമുകൾ കണക്ട് ചെയ്യുക, ഞാൻ പറഞ്ഞ വിഷയമായിട്ട് കണക്ട് ചെയ്യുക. ഇൻവോൾവ്മെന്റ് റെസ്പോൺസിബിലിറ്റി വരണം. ഇങ്ങനെയൊക്കെ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വന്നിട്ടുള്ള എന്ത് പർപ്പസിനെ വേണ്ടിയാണ് നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് എൻ്റർ ആയത്, അത് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ ഇപ്പൊ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനു വേണ്ടി വന്നോ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, കണക്ട് ആവുന്നുണ്ടാവും. അയ്യോ പോരാലോ ഞാൻ ഇങ്ങനെയൊക്കെ ആണല്ലോ, അങ്ങനെ തോന്നണ്ട. സൂപ്പറായിട്ട് പ്രോഗ്രാം ഇനി മുതൽ ചെയ്യാം. അപ്പൊ ഈ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾ ഒരു കുഞ്ഞു കുട്ടി സ്കൂളിൽ കൊണ്ടുപോകുന്നത് പോലെ ഒരു കുഞ്ഞു ബാഗ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പെർഫെക്റ്റ്. അടുത്തത്, നിങ്ങൾ എങ്ങനെയെല്ലാം ആരോഗ്യം ആവണം എന്നുള്ള ഹെൽത്തിനെ കുറിച്ചുള്ള നോളജ് നിങ്ങൾക്ക് മസ്റ്റ് ഉണ്ടാവണം. നിറയെ പേര് പറയും രാവിലെ 1 നേരം കലക്കി കുടിക്കുക, രാത്രി 1 നേരം കലക്കി കുടിക്കുക, ആ പഞ്ചസാര ഇല്ലാത്ത വെള്ളം 4 നേരം കുടിക്കുക, 20 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം കുടിക്കുക, വെയിറ്റ് കുറഞ്ഞോളൂ. എന്നിട്ട് നാളെ വിട്ട് എന്ത് ചെയ്യും? ഈ ലോകത്തിന് വെയിറ്റിനെ പിടിച്ച് നിയന്ത്രിക്കാനായിട്ട് ഒരു മെത്തേഡും ഇല്ല. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നത് വളരെ ഈസിയാ. വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മൈൻഡ് സെറ്റിനെ പിടിച്ചു നിർത്തിയിട്ട് അതിന് കൂടാണ്ട് നോക്കാനായിട്ട് എത്രത്തോളം നിങ്ങൾ കായികമായിട്ടും നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കലോറി കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നിങ്ങൾ പിടിച്ചു നിർത്തുന്ന ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിറയെ പേര് പറയും ഈ പ്രോഡക്റ്റ് വെച്ചാൽ വെയിറ്റ് കുറഞ്ഞ വിട്ടാൽ കൂടി നിങ്ങൾ ഈ പ്രോഡക്റ്റ് കഴിക്കണ്ട, ഈ പ്രോഡക്റ്റിന്റെ പേരും വേണ്ട പ്രോഡക്റ്റും വേണ്ട, ഇവിടെ നിർത്തുക. നിങ്ങൾ ഓടുക, ചാടുക, ജിമ്മിന് പോവുക, അല്ലെങ്കിൽ പട്ടിണി കിടക്കുക, എന്തെങ്കിലും ചെയ്തൊരാൾ വെയിറ്റ് കുറച്ചോട്ടെ, ആ വെയിറ്റ് കൂടുമോ എന്ന് ഞാൻ ചോദിക്കാം. 2 ആൻസർ വരും, കൂടില്ല അല്ലെങ്കിൽ കൂടും. എന്തുകൊണ്ട് കൂടില്ല?
ആൾ അതേപോലെ ചെയ്ത് പിടിച്ചു നിർത്തുകയാണെങ്കിൽ കൂടില്ല. അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്ത് എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്തു, പിന്നെ വെയിറ്റ് കൂടാണ്ടിരിക്കുക അത്ര അധികം അയാൾ ഇൻവോൾവ്മെന്റ് റെസ്പോൺസിബിലിറ്റി കാണിച്ച ചില വിഷയങ്ങളൊക്കെ ചെയ്താൽ വെയിറ്റ് കൂടില്ല. ഇനി കൂടും. എന്താണ്? എനിക്ക് കല്യാണം കഴിക്കണം, അടുത്ത മാസം എന്റെ ഫോട്ടോഗ്രാഫർ ഈ ഡ്രസ്സാ ഇടാൻ പറഞ്ഞിരിക്കണേ, ഇതിപ്പോ ഒട്ടിക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്കും ചെറുതാ, ഇതിന് പൊള്ളിക്കണം, 2 മാസം കൊണ്ടേക്ക് 15 കിലോ വെയിറ്റ് കുറയ്ക്കണം. അതുവരെ കൊലപ്പെട്ടിനി കിടന്നിട്ട് എന്തെങ്കിലും ചെയ്ത് വെയിറ്റ് കുറയ്ക്കുക. കല്യാണം കഴിഞ്ഞു ഫോട്ടോസ് ഒക്കെ എടുത്ത് ആൽബായി, പിന്നെ അങ്ങോട്ട് ഒറ്റയടിക്ക് കൂട്ടുക. എന്നിട്ട് ഞാൻ വിട്ടിട്ട് വെയിറ്റ് കൂട്ടിയപ്പെട്ട വല്ല കാര്യം ഉണ്ടാ? നിങ്ങളുടെ വെയിറ്റ് ലോസ് നിങ്ങളുടെ ലൈഫിലെ മോഹങ്ങളെ കംപ്ലീറ്റ് ചെയ്യാനായിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് നല്ല ജോലി കിട്ടണം, നിങ്ങൾ ഈ ശരീരം കൊണ്ട് പണിയെടുക്കണം, എന്നിട്ട് പണം ഉണ്ടാക്കണം, എന്നിട്ട് നിങ്ങൾക്ക് ലോൺ അടയ്ക്കണം, എന്നിട്ട് പണം സമ്പാദിക്കണം. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ മിഷനെ റെഡിയാക്കാനായിരിക്കണം ഈ പ്രോഗ്രാം എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. വെയിറ്റ് കുറച്ച് തരുന്നതാണ് ഞങ്ങളുടെ ജോലി. വെയിറ്റ് കൂടാണ്ടിരിക്കാനുള്ള ഇൻഫർമേഷൻ ഞങ്ങൾ തരും, നിങ്ങളിത് പാലിക്കണം. അതിനുവേണ്ടി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് മസ്റ്റ് വേണം. നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ കിട്ടിയില്ലെങ്കിൽ, ഞാൻ എഡ്യൂക്കേഷൻ എടുത്തില്ലെങ്കിൽ ഒരു ദിവസം പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഷേക്ക് കുടിച്ചിട്ട് 11 മാസം ആ പരിസരത്തേക്ക് പോവാത്ത ആളാണ് ഞാൻ. പിന്നെ എങ്ങനെയാണ് ഈ പ്രോഗ്രാമിൽ വന്നത്? ഭാഗ്യത്തിന് കൊറോണ വന്നു, ആ നേരത്തിൽ മൊബൈൽ ഫോണിൽ പ്രോഗ്രാം എന്റെ സാർ തന്നു. ആ ലിങ്ക് കണ്ട് 4 ദിവസം കിട്ടി ബോധിച്ചപ്പോഴാണ് ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ വന്നത്. കാരണം എനിക്ക് കിട്ടിയിട്ടുള്ള കമന്റുകളും ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ പറയണതെല്ലാം ഞാൻ വിശ്വസിച്ചു. ഇവിടെ വന്നപ്പോഴാണ് ഇത്ര അധികം കോടിക്കണക്കിന് ജനങ്ങൾക്ക് ആരോഗ്യം കിട്ടിയിട്ടുള്ള കമ്പനിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയതും പ്രോഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയതും ഇന്ന് ജസ്റ്റ് മൊബൈൽ എടുത്ത് വേൾഡ് നമ്പർ 1 ന്യൂട്രീഷൻ പറഞ്ഞ് മിണ്ടാണ്ടിരുന്ന ഹെർബൽ ലൈഫ് എന്ന് പേര് വരുന്നതും അതിന്റെ ഗുണങ്ങൾ വന്നിട്ട് പറഞ്ഞു തരുന്നതും ഇതൊക്കെ എനിക്ക് അന്ന് അറിയില്ല. എന്റെ അടുത്ത വീട്ടിലുള്ളവർ പറഞ്ഞത് വിശ്വസിച്ചു, 4 കൂട്ടുകാർ പറഞ്ഞതൊക്കെ വിശ്വസിച്ചു. അതുകൊണ്ട് അങ്ങനെയായിരുന്നു എന്തായിട്ടുണ്ടാവും. ഇതിന്റെ സാറ് പറഞ്ഞത് വിശ്വസിച്ചപ്പോ ഇന്ന് ഞാൻ എന്തായി? ലൈഫ് ടോട്ടലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് തന്നെയാണ് നിങ്ങൾക്കും വന്നിട്ട് പറയണത്. അപ്പൊ ഞാൻ എവിടെയാ വിട്ടത്? യെസ്, അതുകൊണ്ട് ഈ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് വളരെയധികം അത്യാവശ്യമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലേ നിങ്ങളുടെ വെൽവിഷർ? നിങ്ങൾ പുറത്തേക്ക് ജോലിക്ക് പോകുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, മീൻ പിടിക്കാൻ പോണവരാണ്, പാലിന് പോണവരാണ്, ബസ്സിന് പോണവരാണ്, നിങ്ങൾ പുറത്ത് പോകുന്നവരാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലേ നിങ്ങളുടെ വെൽവിഷർ? നിങ്ങളുടെ അച്ഛനാവാം, നിങ്ങളുടെ അമ്മയാവാം, നിങ്ങളുടെ മക്കളാവാം, നിങ്ങളുടെ ഭാര്യയാവാം, വീട്ടിലുള്ളവരാവാം. ആരെങ്കിലും ഒരാൾ മസ്റ്റ് ഈ പ്രോഗ്രാം കാണണം. കണ്ടിട്ട് വൈകുന്നേരം വരുമ്പോൾ നിങ്ങൾ ചോദിക്കണം, ഇന്നത്തെ എഡ്യൂക്കേഷൻ എന്തായിരുന്നു? ഇന്ന് ഇന്ന സാറാണല്ലോ ക്ലാസ് എടുത്തത്, ഇന്ന മേഡമാണല്ലോ ക്ലാസ് എടുത്തത്, എന്താ പറഞ്ഞു തന്നെ, എനിക്കൊന്ന് പറഞ്ഞേ. 5 മിനിറ്റ് അവിടെ ഇരിക്കുക, അവർ പറഞ്ഞു തരും. ഇതിപ്പോ ഇന്ന് രാവിലെ എനിക്ക് എഴുതി തന്നത് എന്റെ വൈഫാ. ഞാൻ ഇന്നലെ രാത്രി ഇതാണ് എനിക്ക് നാളെ സംസാരിക്കേണ്ടത്, എനിക്കിത് എഴുതി തരണം കേട്ടോ പറഞ്ഞു. രാവിലെ നേരത്തെ എഴുതുന്നത് എന്റെ മനസ്സിലുണ്ട്. എന്തിനാ? അതൊരു സപ്പോർട്ടാ. ഇത് ഇന്നലെ ഡിന്നിലിന് അയച്ചിട്ടുണ്ടായിരുന്നു. ഡിന്നില് ഇതാണ് നാളേക്ക് സംസാരിക്കണേ എന്നൊക്കെ പറഞ്ഞ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊരു സപ്പോർട്ടാണ്. അതുമാതിരി നോക്കൂ, ഇത്രയും വിഷയങ്ങൾ നോക്കൂ. ഡിന്നില് ഞാൻ ഈ പറഞ്ഞു വരുന്നു, എങ്ങനെ സപ്പോർട്ട് ചെയ്യണം നോക്കൂ. മോർണിംഗ് 5 AM ഹാല ആക്ടിവിറ്റി ഉണ്ട്. നിങ്ങൾക്ക് രാത്രിയൊക്കെ ഉറക്കം വെച്ച് നോക്കുന്ന പണിയാണോ നിങ്ങൾ രാവിലെ ഹാള ചെയ്യണ്ട. നിങ്ങൾ ഉറക്കം ബാധിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും. നിങ്ങൾ നേരത്തെ ഉറങ്ങുന്ന ആളാണ്, ഒരു 10 മണി 11 മണിനുള്ളിൽ ഉറങ്ങുന്നുണ്ട്, മസ്റ്റ് ആയിട്ട് നിങ്ങൾ അടിച്ചിട്ട് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ രാത്രി ഫുള്ള് ജോലി ചെയ്ത് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നത് പുലർച്ചയ്ക്ക് 3 മണിക്കാണ്. നിങ്ങൾക്ക് എന്ത് വേണം? കോച്ച് ഡിസൈൻ ചെയ്ത് തരും, എപ്പോ എങ്ങനത്തെ വർക്ക്ഔട്ട് ചെയ്യണം അത് നിങ്ങൾ ചെയ്യുക. അല്ലാത്തൊരു മസ്റ്റ് ആയിട്ട് ഹാള ചെയ്യുക. ഇനി അടുത്തത്, ഈ ഹാള ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് കോപ്പറേറ്റ് ആവുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക. ശരീരം കോപ്പറേറ്റ് ആവുന്ന രീതിയിൽ ആകുന്നതിന് ശേഷം നിങ്ങൾക്ക് എന്ത് എക്സസൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് വന്നിട്ട് ചെയ്യാം. അടുത്തത്, നിങ്ങൾ വെയിറ്റ് പിക്ക് 6-10 AM എന്ന് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്ര മണിക്ക് വേണമെങ്കിൽ ഇട്ടോളൂ. രാവിലെ നേരത്തെ എണിച്ചതും ഫസ്റ്റ് ഡേയും ലാസ്റ്റ് ഡേയും നിങ്ങളുടെ കോച്ചിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ വെയിറ്റ് എടുക്കുക. ഒരുപാട് ദൂരം ഉള്ളവർ അവർ പറഞ്ഞുതരും സൊല്യൂഷൻ ഒക്കെ. അപ്പൊ നമുക്ക് മാരത്തണിന് വേണ്ടി അത് കഴിഞ്ഞ് എല്ലാ ദിവസവും നിങ്ങളുടെ ഡിജിറ്റൽ വെയിറ്റ് സ്കെയിൽ നിങ്ങൾ വെയിറ്റ് ഇടുക. നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് 8 to 8:30 AM ഷേക്ക് എടുക്കണം. ഫസ്റ്റ് എയർ ഫ്രഷ് എപ്പോ? അതിന് മുമ്പ് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് എയർ ഫ്രഷ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് വാട്ടർ ടേക്ക്, പിന്നെ അങ്ങനെ ഷേക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ വാട്ടർ ടേക്ക് 10:30 സെക്കൻഡ് എയർ ഫ്രഷ് നിങ്ങൾ എടുക്കുക. അതൊക്കെ അത് കോച്ചസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ വാട്ടർ ടേക്ക് നിങ്ങൾ എടുക്കുക. ഒരു 1 മണിയൊക്കെ ആകുമ്പോഴേക്കും 20 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം കുടിച്ച് കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് ഗ്യാപ്പ് ഓട്ടിന് ശേഷം ഹെൽത്തി ലഞ്ച് നിങ്ങൾ വന്നിട്ട് കഴിക്കുക. ആഫ്റ്റർ 30 minutes വീണ്ടും വാട്ടർ ടേക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 3:30 ആകുമ്പോൾ 3 to 3:30 ആകുമ്പോഴേക്കും തേർഡ് എയർ ഫ്രഷ് എടുക്കുക. അതുപോലെ വാട്ടർ ടേക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. 6 മണിയൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ എന്ത് വേണം? ഫോർത്ത് എയർ ഫ്രഷ് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഉറക്കം കിട്ടാത്ത ആളാണ്, ഉറക്കം തീരെ ഇല്ലാന്നുണ്ടെങ്കിൽ എയർ ഫ്രഷ് ഇത്തിരി നേരത്തെ എടുത്തോളൂ, 5 മണിയാകുമ്പോഴേക്ക് എടുത്തോളൂ. കാരണം എയർ ഫ്രഷ് എടുക്കും തോറും ഉന്മേഷം വർദ്ധിക്കും. ഉറങ്ങാൻ പോകുമ്പോൾ എയർ ഫ്രഷ് എടുത്തു കഴിഞ്ഞാലോ ഉന്മേഷം കൂടും. അതുകൊണ്ട് നൈറ്റ് ഡ്രൈവിംഗ് ഉള്ളവരൊക്കെ നൈറ്റ് എപ്പോഴെങ്കിലും എയർ ഫ്രഷ് എടുക്കാം. ഇനി നിങ്ങൾക്ക് ഉറക്കത്തിനൊക്കെ ബുദ്ധിമുട്ടെങ്കിൽ സ്ലീപ്പ് എൻഹാൻസ്മെന്റ് പ്രോഡക്റ്റ് ഉണ്ട്, അത് കോച്ചോട് പറഞ്ഞു മേടിക്കുക. ഉറങ്ങണേന് 1 മണിക്കൂർ മുമ്പായിട്ട് കഴിക്കാം. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഒരു ചാർട്ട് ഇടണം. ചാർട്ട് നിങ്ങൾക്ക് PDF കോച്ച് തരും. രാവിലെ നേരത്തെ എണിച്ചോ, ഡേറ്റ്, ഇന്നത്തെ വെയിറ്റ്, റിസൾട്ട്,
ഫസ്റ്റത്തെ എക്സസൈസ് മുതല് എയർ പ്രഷർ എഡ്യൂക്കേഷൻ നൈറ്റ് നിങ്ങൾ ഗുഡ് നൈറ്റ് പറഞ്ഞ് പോകുന്ന വരയ്ക്കും ഒരു ചാർട്ടിൽ പേപ്പറിൽ നിങ്ങൾ എഴുതി നിങ്ങളുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പർപ്പസിന് വേണ്ടിയാണോ നിങ്ങൾ വന്നത് ആ പർപ്പസിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം ചോദിച്ചില്ലേ? ഇതെല്ലാമാണ് ആ പർപ്പസിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിന്റെ ചോദ്യങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു ഡിനിൽ. റൈറ്റ്, ഇത് മാറ്റിക്കോളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വന്നിട്ട് ചെയ്യുക. ഇനി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ അടുത്തത് ഇതിനുള്ള ടൈം ഒക്കെ നിങ്ങൾ എങ്ങനെ കണ്ടെത്തും? ഒരിക്കലും നിങ്ങൾ വന്നിട്ട് എന്റെ ഫാമിലി എനിക്ക് വളരെയധികം യൂസ്ഫുൾ. എന്റെ 12 വയസ്സുള്ള എന്റെ മോളടക്കം എന്നെ ഹെൽപ്പ് ചെയ്യും. എഡ്യൂക്കേഷൻ എടുക്കാനായിക്കോട്ടെ, വീട്ടിൽ ജോലി ചെയ്ത് എല്ലാം ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ വീട്ടില് ടൈം ഒന്ന് റെഡിയാക്കുക. ഭാര്യ മാത്രമാണ് പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഇത് നിനക്ക് വണ്ണം കുറയ്ക്കാനുള്ള പ്രോഗ്രാം അല്ലേ, എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, ആ മൈൻഡ് സെറ്റ് ഇല്ലാണ്ട് രാത്രിയൊക്കെ, ഇത് ഞാൻ നേരത്തെ എഡ്യൂക്കേഷനിലും പണ്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാ, നിങ്ങൾ രാവിലെ എന്നും എണീക്കണ സമയത്തിന് എണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുമേ ചെയ്യാൻ പറ്റില്ല. അപ്പൊ രാത്രി കിടന്നുറങ്ങുമ്പോൾ തന്നെ രാവിലത്തെ ജോലിയും കൂടെ, രാവിലെ നിങ്ങളെ ബാധിക്കുന്ന ജോലിയും കൂടെ രാത്രി ചെയ്ത് തീർക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള എന്തൊക്കെ ജോലിയുണ്ട് അതെല്ലാം രാത്രി തീരണം. അല്ലാണ്ട് രാവിലെ ഒരു ഹൗസ് വൈഫ് വീട്ടിൽ ഉറങ്ങി എണിക്കണം. രാവിലെ ഉറങ്ങി എണിക്കുമ്പോ അടുക്കളയിൽ പോകുമ്പോ അവിടെ പല്ലിയും മറ്റേ പഴുതാരി അല്ലെങ്കിൽ കോക്രോച്ച് ഒക്കെ വന്ന് അതുപോലെ ഇരിക്കുന്ന ഒരു അടുക്കള അല്ല നിങ്ങൾക്ക് കാണേണ്ടത്. ഫ്രഷ് ആയിട്ട് ഉള്ളിൽ പോകുമ്പോ പുതിയ വീട് പാല് കച്ചാൻ പോകുന്നത് പോലെ അടുക്കള ഉണ്ടാവണം, കിച്ചൺ അങ്ങനെ ഉണ്ടാവണം. അതിന് കാരണം എന്താ? രാത്രി വെച്ച് പാത്രങ്ങളെല്ലാം കഴുകി വെക്കുക, അടിച്ചു വൃത്തിയാക്കുക, എല്ലാ പണിയും കഴിഞ്ഞാൽ രാവിലെ ഉറങ്ങി എണിക്കുമ്പോ ഫ്രഷ് മൈൻഡ് സെറ്റ് ആണ്. ഭാരം നിങ്ങൾക്ക് എണിക്കുമ്പോ തന്നെ ആ ഒരു ലോഡ് നിങ്ങൾക്ക് വരില്ല. അതിനുവേണ്ടി നൈറ്റ് തന്നെ എല്ലാ പണിയും കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ കിടക്കുക. ഇവിടെ രാവിലെ നേരത്തെ അണിച്ചിട്ട് മറ്റവർക്ക് പാചകം ചെയ്യാനുണ്ടോ? പച്ചക്കറികളൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ അരിഞ്ഞു വെക്കുക. അപ്പൊ എന്തായാലും ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കണ്ടല്ലോ, അത് മാറാൻ പോണില്ലല്ലോ. അപ്പൊ നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ പോയിക്കൊണ്ടിരിക്കണേ. പച്ചക്കറികളൊക്കെ അരിഞ്ഞ് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ ഇട്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ടതൊക്കെ സൂക്ഷിക്കുക. അങ്ങനെ നിങ്ങൾക്ക് കേടാവാത്ത രീതിയിൽ എന്തൊക്കെ കുക്കിങ്ങിന് വേണ്ടി ചെയ്യാൻ പറ്റും അതൊക്കെ നിങ്ങൾ ചെയ്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ അതിന്റെ മുമ്പിലിരുന്ന് നിങ്ങൾക്ക് സമയം കളയണ്ട. അടുത്തത്, ഇപ്പൊ നിങ്ങളുടെ വീട്ടില് പെൺകുട്ടികളുണ്ടാവും, ആൺകുട്ടികളുണ്ടാവും. കുറച്ചൊക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിങ്ങൾ റെഡി ആവണം. 10 വയസ്സ് കുട്ടിക്ക് വാരി കൊടുത്തിരിക്കരുത്. അവൻ തന്നെ കുളിക്കേണ്ട കാര്യങ്ങൾ, അവൻ തന്നെ ഡ്രസ്സ് ഇടേണ്ട കാര്യങ്ങള്, അവൻ ഭക്ഷണം എടുത്ത് കഴിക്കുന്ന കാര്യങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ ഹസ്ബൻഡ്, അവർ ഈ പ്രോഡക്റ്റ് കഴിക്കണില്ലായിരിക്കാം, അവർ വന്നിട്ട് ട്രെയിനിങ് ടേബിൾ ഒന്ന് ഇരിക്കപ്പോ എഡ്യൂക്കേഷൻ പോയിക്കൊണ്ടിരിക്കുക, അത്യാവശ്യം വൈഫ് എഡ്യൂക്കേഷൻ കണ്ട് എഴുതിക്കൊണ്ടിരിക്കുക. എനിക്ക് ചായ എടുത്തേ എന്ന് വിളിക്കുമ്പോൾ അവർ പോയി ഒരു ചായ എടുത്ത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഒരു ദോശ ചൂടാക്കി ഉണ്ടാക്കി തന്നു വരുമ്പോഴേക്ക് എഡ്യൂക്കേഷൻ മിസ്സാവും. അപ്പൊ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നീ കണ്ടോ, ഞാൻ നോക്കാം. അപ്പൊ എന്ത് വേണം? ചേട്ടാ ഹോട്ട് ബോക്സിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം ഡൈനിങ് ടേബിൾ ഉണ്ട്, ഒന്ന് എടുത്ത് കഴിക്കുവോ? ഇതൊക്കെ എന്താ പറയണമെന്നറിയോ? ഞാൻ എന്റെ കസ്റ്റമർ സംസാരിക്കുമ്പോഴേ എനിക്ക് എഡ്യൂക്കേഷൻ കാണാൻ പറ്റില്ല. എന്താണ്? എന്റെ അങ്ങേർക്ക് ഞാൻ അവിടെ ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ അടുത്ത് ഞാൻ ഇരിക്കണം, ആള് ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്ത് ഞാൻ ഇരിക്കണം, ചായ കയ്യോടെ കൊടുക്കണം. അപ്പൊ എഡ്യൂക്കേഷൻ, ആ നേരത്തെ എഡ്യൂക്കേഷൻ കാണാൻ വന്നാൽ അങ്ങേർക്ക് ദേഷ്യം വരും. അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നമ്മുടെ ഭാര്യ ഒരിക്കലുമേ ഇതൊരു TV സീരിയൽ അല്ല. നിങ്ങളുടെ പണം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ആരോഗ്യമാവാൻ വേണ്ടിയുള്ള പ്രോഗ്രാമിന്റെ നോളേജ് എടുക്കുന്ന പ്രോഗ്രാമാണ്. അപ്പൊ നിങ്ങൾ എന്ത് വേണം? കോപ്പറേറ്റ് ചെയ്യണം. നീ നോക്കിക്കോ, അതിനുവേണ്ടി നിങ്ങൾ ഒരിക്കലും ജോലി ചെയ്യണ്ട, വൈഫൊക്കെ ചെയ്ത് റെഡിയാക്കി തരും. അതേമാതിരി ഇനിയൊരു ഭർത്താവാണ് ഈ പ്രോഗ്രാം കാണുന്നത്, ഭാര്യ രാവിലെ പ്രഷർ അടിപ്പിക്കരുത്. എന്താ മനുഷ്യ, ജോലിക്ക് പോകാറായില്ലേ, ഇതിന് മുന്നിൽ തന്നെ ഇരുന്നോണ്ടിരിക്കല്ലോ, വേറെ പണിയൊന്നുമില്ല, നിങ്ങൾക്ക് പുറത്തു പോയി കൂടെ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. ഞാൻ ഫ്രണ്ട്ലി ടോക്കിംഗ് ആണ് ചെയ്യണത്, അങ്ങനെ ആരും പറയില്ല. ഇനി പറഞ്ഞാലും അതൊന്ന് നിങ്ങൾ മാനേജ് ചെയ്യുക. അപ്പൊ പരസ്പരം വിൻ വിൻ സിറ്റുവേഷൻ. കുട്ടികളാണെങ്കിലും ഈ ഒരു പ്രോഗ്രാം കാണുമ്പോൾ എനിക്ക് മൊബൈലില്ല, എനിക്ക് യൂട്യൂബ് കാണണം, എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം, അങ്ങനെയുള്ള വിഷയങ്ങൾ ഡിസ്റ്റർബൻസ് ആവാത്ത രീതിയിൽ നിങ്ങൾ നോക്കുക. ഇനി കുട്ടികൾക്ക് എന്താ ഓൺലൈൻ ക്ലാസ്സോ എന്തെങ്കിലും എമർജൻസി വേറെ എന്തെങ്കിലും മൊബൈൽ ഫോണോ കൊടുക്കണമെങ്കിൽ ഒരു കുഞ്ഞു ഫോണ്, വലിയ വിലയൊന്നും വേണ്ട, ഒരു ടച്ച് മൊബൈൽ ഫോൺ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ പ്രോഗ്രാമിന് വേണ്ടിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം. ഇതുണ്ടെങ്കിൽ എന്താ ഗുണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന്, ഈ ഒരു എഡ്യൂക്കേഷൻ സെഷനിൽ നിന്നും ഒരു 100 ഡോക്ടർ നിങ്ങൾക്ക് 100 ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു തന്നാൽ കിട്ടാവുന്ന നോളേജുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് കിട്ടുക. ഇപ്പൊ എനിക്ക് എന്തൊക്കെ അറിയാം? ഞാനൊരു ഡോക്ടർ അല്ല കേട്ടോ. എനിക്ക് എങ്ങനെ ഷുഗർ വരണമെന്ന് അറിയാം, എങ്ങനെ ഷുഗർ മാറ്റി കൊടുക്കണം എന്നറിയാം, എങ്ങനെ കൊളസ്ട്രോൾ വരണമെന്ന് അറിയാം, എങ്ങനെ കൊളസ്ട്രോൾ കുറയ്ക്കണം എന്നറിയാം, ഒബിസിറ്റി എങ്ങനെ കുറയ്ക്കണം എന്നറിയാം. ചില ആളുകൾക്ക് വെയിറ്റേ കുറയുന്നില്ല, അതിന്റെ കാരണം എന്താണെന്ന് അറിയാം. ചില ആളുകൾ 24 മണിക്കൂർ ഭക്ഷണം കഴിച്ചാലും വെയിറ്റ് കൂടില്ല, അതിന് കാരണം എന്താണെന്ന് അറിയാം. ചിലർ പട്ടിണി കിടക്കും, വെയിറ്റ് കുറയില്ല, അതിന് കാരണം എന്താണെന്ന് അറിയാം. എങ്ങനെയാണ് കൈകാലുകൾക്ക് വെരിക്കോസ് വന്ന് പൊട്ടിപ്പോണത്, എങ്ങനെയാണ് കാലൊക്കെ മുറിച്ച് കളയണേ, അതിന് എന്താണ് ഫാൾട്ട്, അതിന് എന്ത് ചെയ്യണം, എന്നുള്ള എല്ലാ വിഷയങ്ങളും കലക്കി കുടിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു 5 വർഷമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഇതാണ്. ഇതുകൊണ്ട് എനിക്ക് ഇതുപോലത്തെ പ്രശ്നം വരാനുള്ള സാധ്യത ഉണ്ടാവില്ല.
സാധ്യത ഉണ്ടാവില്ലെന്നല്ല, മോർ പോസിബിലിറ്റി എനിക്ക് വന്നിട്ട് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഈ ഒരു എഡ്യൂക്കേഷൻ എന്റെ കുടുംബത്തിന് ഞാൻ മനസ്സിലാക്കുന്ന മാതിരി നിങ്ങളുടെ കുടുംബത്തിലെ ഈ ഒരു എഡ്യൂക്കേഷൻ ആരോഗ്യത്തിനെ കുറിച്ചുള്ള അവയർനെസ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും ആ ഒരു ഹെൽത്തിനെ കുറിച്ചുള്ള നോളജ് കിട്ടും. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ജസ്റ്റ് എന്തെങ്കിലും ഒരു ബ്ലഡ് എടുക്കാൻ പറഞ്ഞു പാനിക് ആവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് പാനിക് ആവും. നിങ്ങൾക്ക് ആരോഗ്യത്തിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടെങ്കിലോ ഓ ഇതാണ് കണ്ടീഷൻ, അല്ലെങ്കിൽ അതെ പ്രോട്ടീൻ ഒന്നും കഴിക്കാൻ പാടില്ല, നിങ്ങൾക്ക് യൂറിക് ആസിഡ് ഒക്കെ കൂടുതലുണ്ട്, അങ്ങനെയാണെങ്കിൽ അയ്യോ ഇപ്പൊ എന്താ പറ്റുമോ, കുറച്ച് കഴിഞ്ഞാൽ കിഡ്നി ഒക്കെ പോകും, നിങ്ങൾ അത് അങ്ങനെയാണ് പാനിക് ആവണ്ട, ഓ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, അതിന്റെ കാരണം എന്താ, ഓ ഇതുപോലെയൊക്കെയാണ്, അപ്പൊ നമ്മൾ ഇന്ന പോലെയുള്ള ഫുഡൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാം. അടുത്തത് ഫാറ്റി ലിവർ വന്നു, ലിവറൊക്കെ അടിച്ചുപോയി, നിങ്ങൾ ചത്തുപോകാറായി, പേടിക്കും. എന്തുകൊണ്ടോ ഫാറ്റി ലിവർ വന്നോ, എന്താണ് അതിന്റെ കാരണം, ഓ വിസറൽ ഫാറ്റ് ഒക്കെ കൂടുതലുണ്ട്, ഒബിസിറ്റി ഓവറ്റ് കൂടുതലുണ്ട്, ഇതിനൊന്ന് ശരിയാക്കി പ്രോപ്പർ ഫുഡ് ഹാബിറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്നും കുറയ്ക്കാന്നുള്ളൂ. മെഡിസിൻ കഴിക്കണം, ഓക്കെ കഴിച്ചോളാം, അവിടെ ശ്രദ്ധിക്കണം. ഷുഗർ വന്നു, ഡയാലിസിസ് ഒക്കെ ചെയ്തു, ഇനി നിങ്ങൾ ആ ലാസ്റ്റിലേക്ക് പോകും, പേടിക്കണ്ട. ഷുഗർ ഒക്കെ വന്നു, അല്ലെങ്കിൽ നല്ല ഹൈ ലെവലിൽ ഷുഗർ പോയി, ഇതിന്റെ കാരണങ്ങളൊക്കെ എന്താണ്, എന്തൊക്കെ ചെയ്യണം, ആ പ്രോപ്പർ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. യൂട്ടൻ അടിച്ച് ബാക്കിലേക്ക് വരിക. ഈ അവയർനെസ് നിങ്ങൾക്ക് ഇല്ലാണ്ട് എത്ര കോടി പോയി ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് നിങ്ങൾ അത് വാങ്ങി വാങ്ങിയിട്ട് എന്ത് കാര്യം? നമ്മള് മരുന്ന് വാങ്ങി വായിലിടും, വീട്ടിൽ വന്നിട്ട് കഴിക്കണ ഭക്ഷണമോ വീണ്ടും മരുന്ന് കഴിക്കാൻ കാരണമാകുന്ന ഫുഡ് ഹാബിറ്റാണ് കഴിക്കുന്നത്. സോ ഹെൽത്തിനെ കുറിച്ചുള്ള നോളേജ് ആണ് നിങ്ങൾ ആരോഗ്യമാവുന്നതിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ, അപ്പോ ഇങ്ങനെയൊക്കെ പ്രോഗ്രാം ഒക്കെ ചെയ്ത് അടിപൊളി റിസൾട്ട് എടുത്ത് ലാസ്റ്റ് നമുക്ക് ഒരു ഗ്രാൻഡ് ഫിനാലെ നടന്നിട്ടുണ്ടായിരുന്നു. അതില് ഞാൻ തന്നെ പേഴ്സണലി വീഡിയോ എടുത്തതാണ്. സ്റ്റേജിൽ സമ്മാനം മേടിക്കുമ്പോൾ അതിന്റെ 5000 മുതലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വരും. അതായത് 10 ദിവസം കൊണ്ട് വെയിറ്റ് കുറച്ച് സമ്മാനം വാങ്ങിയവരും 10 ദിവസത്തില് വെയിറ്റ് ഗെയിൻ ചെയ്ത് സമ്മാനം വാങ്ങിയവരുടെ ക്യാഷ് അവാർഡ് കൊടുക്കുന്നത് തൃശ്ശൂരിലെ മേയർ സാറും രാജ്കുമാർ സാറും സീനിയേഴ്സ് ആയിട്ടുള്ള ഞങ്ങളുടെ മില്യണർ ടീം എല്ലാവരും കൂടെ ചേർന്ന് അവർക്ക് ക്യാഷ് സന്തോഷ സമ്മാനം കൊടുക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട്. ശ്രദ്ധിച്ച് കാണുക. അടുത്ത പ്രോഗ്രാം നാളെ തുടങ്ങുന്നു. കമ്മിറ്റ്മെന്റ് ആവുക. ഡിനിൽ അപ്പൊ ഒരു 5000 മുതൽ ഒന്ന് ട്രൈ ചെയ്യുക. 10 പ്രൈസ് മുതൽ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ശ്രദ്ധിച്ച് കാണുക. വരും കേട്ടോ. പാനിക്കാവുണ്ട, നെറ്റിന്റെ ഇഷ്യൂസ് ഉണ്ടാവും, വന്നോളും, വെയിറ്റ് ചെയ്തിരിക്കുക. ഇപ്പൊ വരും കേട്ടോ, അത് കാണാണ്ട് പോവല്ലേ. സമാധാനം വേണം. അത് വരുമ്പോഴേക്കും ബുദ്ധിമുട്ട് കാണിക്കണ്ട. ഫുള്ള് കാണിക്കണ്ട, കുറച്ച് നമുക്ക് എങ്ങനെ I'm not too
Sunrise. So cover that rice in English. ഓക്കെ, ഇത് 10 ദിവസമുണ്ട്. ഇപ്പൊ ലാസ്റ്റ് 50,000 വാങ്ങിയവര് അബ്രോഡിലാണ്, അവരുടെ കോച്ചാണ് അവർക്ക് വേണ്ടി വാങ്ങുന്നത്. സോ ഇത് നിങ്ങൾക്ക് കിട്ടില്ലേ? തീർച്ചയായിട്ടും കിട്ടും. ആരാണോ ഹൈലി ഇൻവോൾവ്മെന്റ് റെസ്പോൺസിബിലിറ്റി കാണിച്ചത്, നിങ്ങളുടെ ശരീരം അത്തരത്തിൽ ഡിസൈനഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് വെയിറ്റ് കുറയുന്നുണ്ട്, വെയിറ്റ് ഗെയിൻ ആവുന്നുണ്ട്, അതിനോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഗിഫ്റ്റും കിട്ടും. അതിനോടൊപ്പം കിട്ടാത്തവര് ഒരിക്കലും വിഷമിക്കേണ്ട. പ്രോത്സാഹന സമ്മാനമായിട്ട് 5 കിലോന്റെ മുകളിൽ വെയിറ്റ് അവരുടെ ട്രോഫി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുമല്ലാണ്ട് നിങ്ങൾ ആ പ്രോഗ്രാമിന് വരുമ്പോ നിങ്ങളുടെ ലൈഫിന് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു യു ടേൺ, അതായത് ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ വരിക. ഈ ഒരു പ്രോഗ്രാം ഇൻവോൾവ്മെന്റ് കാണിക്കുമ്പോൾ നേരത്തെ പറഞ്ഞത് മാതിരി അലസതയോടുകൂടെ ചെയ്യുന്ന പ്രോഗ്രാമിൽ കുഞ്ഞു റിസൾട്ട് ആണെങ്കിൽ ഹൈലി ഇൻവോൾവ്മെന്റോട് കൂടെ ചെയ്യുന്ന പ്രോഗ്രാമിൽ വലിയ റിസൾട്ട് നേടിയെടുക്കാം. നിങ്ങളുടെ ചെറിയ മണി വലിയ റിസൾട്ട് കിട്ടാനായിട്ട് പ്രേരണയായിട്ട് നിങ്ങൾക്ക് മാറും. അപ്പൊ ഒരു വീഡിയോ കൂടെ വരുന്നുണ്ട്. ഓക്കെ, പ്ലേ ചെയ്യൂ.